നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് രാഹുകേതുക്കൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നലെ ഞാൻ രാഹുകേതുക്കളുടെ മാറ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് രാഹുകേതുക്കൾ, അങ്ങനെ രണ്ട് ഗ്രഹങ്ങളുണ്ടോ, ആ ഗ്രഹങ്ങളെ ഫലദാന വിഷയത്തിൽ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ രാഹുകേതുക്കൾ എന്താണെന്നും അതിനെ എന്തിനാണ് ഫലദാന വിഷയത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ സശ്രദ്ധമൊന്ന് കണ്ടിരിക്കുക. ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് ശരിക്കും രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ്, രണ്ട് പോയിന്റ്സ് മാത്രമാണ്. ഈ ആകാശത്തിലെ രണ്ട് പോയിന്റ്സ് മാത്രമാണ്. അതെങ്ങനെയാണ് ആ പോയിന്റ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ വ്യക്തമായൊരു പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ രണ്ട് പോയിന്റ് ഇല്ല. അതായത് വിക്ഷുവൃത്തവും ക്രാന്തിവൃത്തവും. വിക്ഷുവൃത്തം എന്ന് പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്ന, നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയാണ് വിക്ഷുവൃത്തം. അതുപോലെ സൂര്യനൊരു വളവുണ്ട്, അതായത് കിഴക്ക് നിന്ന് സൂര്യൻ സഞ്ചരിച്ച് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ വളവുണ്ട് വരും. അതുപോലെ തന്നെ ക്രാന്തിവൃത്തം എന്ന് പറയുന്നത് ചന്ദ്രൻ സഞ്ചരിക്കുന്ന പാത. ചന്ദ്രൻ സഞ്ചരിക്കുന്ന പാതയാണ് ക്രാന്തിവൃത്തം. അപ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ഒരു വൈകുന്നേരങ്ങളിൽ, പൗർണമി ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കിഴക്കുദിക്കുന്ന പൂർണ്ണചന്ദ്രൻ പതുക്കെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അസ്തമിച്ച് പടിഞ്ഞാറ്, അത് ക്രാന്തിവൃത്തമാണ്. അങ്ങനെ വൃക്ഷവൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ, സംഗമസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് കേന്ദ്ര ബിന്ദുക്കളാണ് ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത്. ഇവ ശരിക്കും പറഞ്ഞാൽ രണ്ട് റഫറൻസ് പോയിന്റുകളാണ്, രണ്ട് സാങ്കല്പിക ബിന്ദുക്കൾ മാത്രമാണ്. അപ്പോൾ ഈ സാങ്കല്പിക ബിന്ദുക്കൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വിക്ഷുവൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ യോജിക്കുന്ന ഈ സംഗമസ്ഥാനം, അതായത് രാഹുകേതുക്കൾ എന്ന് പറയുന്ന ആ രണ്ട് സംഗമസ്ഥാനങ്ങളിൽ നമ്മൾ തന്നെ രണ്ട് സർക്കിൾസ് എടുത്ത് ഇങ്ങനെ പരസ്പരം വരച്ചു കഴിഞ്ഞാൽ അവ രണ്ടും കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റുകൾ കിട്ടും. ഈ രണ്ട് പോയിന്റുകളെ കൂടെ വരച്ച് ഒന്നാക്കി കഴിഞ്ഞാൽ ഇതൊരു ആക്സിസ് ആയിട്ട് മാറും, ഒരു ലൈനായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി ഈ വിക്ഷുവൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ യോജിക്കുന്ന ഈ സംഗമസ്ഥാനങ്ങളിൽ സൂര്യചന്ദ്രന്മാർ വന്നു പെട്ടാൽ, അതായത് ആ ഒരു പോയിന്റിൽ സൂര്യചന്ദ്രന്മാർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു പെട്ടാൽ സൂര്യഗ്രഹണവും, ഒരു പോയിന്റിൽ സൂര്യനും അതിൻ്റെ എതിർ പോയിന്റിൽ, അതിൻ്റെ 180 ഡിഗ്രി അപ്പുറത്തുള്ള ആ ലൈനിൻ്റെ എതിർ പോയിന്റിൽ ചന്ദ്രനും വന്നു പെട്ടാൽ ചന്ദ്രഗ്രഹണവും സംഭവിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെ വരുന്ന സമയങ്ങളിലൊന്നും ഗ്രഹണം നടക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഗ്രഹണം നമ്മുടെ രാജ്യത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. കാണാൻ കഴിയാത്ത ഗ്രഹണം തീർച്ചയായും ആചരണീയവുമല്ല. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. അതായത് ദൃശ്യമല്ലാത്ത ഗ്രഹണം ആചരണീയവുമല്ല എന്നൊരു ശാസ്ത്രമുണ്ട്. ഒരു ഗ്രഹണം നടക്കുമ്പോൾ വിക്ഷുവൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ സമ്മേളിക്കുന്ന ഈ രണ്ട് സംഗമ സ്ഥാനങ്ങളിൽ 180 ഡിഗ്രീസ് പരസ്പരം 180 ഡിഗ്രികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഈ സംഗമ സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഈ ആക്സിസിൽ, അല്ലെ ഈ രേഖയിൽ സൂര്യചന്ദ്രന്മാർ വന്ന് പെട്ടുപോയാൽ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ യാദൃശ്ചികമായി തന്നെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരേ രേഖയിലാവും. അതിൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ അത് ചന്ദ്രഗ്രഹണമായും, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ അത് സൂര്യഗ്രഹണമായിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ സൂര്യചന്ദ്രന്മാർ വന്നാൽ ഗ്രഹണം നടക്കുകയും ചെയ്യും. ഈ പോയിന്റുകൾ, ഈ രണ്ട് കേന്ദ്ര ബിന്ദുക്കൾ രാശിചക്രത്തിലൂടെ ഒരു പ്രത്യേക വേഗതയിൽ വലത്ത് നിന്നും ഇടത്തോട്ട്, അതായത് ആൻറ്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ, മറ്റ് ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വേസ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ക്ലോക്ക് വേസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ രണ്ട് കേന്ദ്ര ബിന്ദുക്കൾ, വിക്ഷുവൃത്തവും ക്രാന്തിവൃത്തവും തമ്മിൽ സമ്മേളിക്കുന്ന ഈ റഫറൻസ് പോയിന്റുകൾ ആൻറ്റി ക്ലോക്ക് വേസിൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ 1.5 കൊല്ലം മുമ്പ് ഗ്രഹണം നടന്നത് മീനരാശിയിലാണെങ്കിൽ
അടുത്ത ഇപ്പം ഗ്രഹണം നടക്കാൻ പോകുന്നത് ചിലപ്പോൾ കുംഭരാശിയിലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അന്ന് ഗ്രഹണം നടന്നത് മീനരാശിയിലാണ്, ഇന്ന് ഗ്രഹണം നടന്നത് കുംഭരാശിയിലാണ്. അപ്പോൾ ആ പോയിന്റിനൊരു മാറ്റം വന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ ടെക്നിക്കാണ്. ഇനി അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ചിലപ്പോൾ മുമ്പ് ഗ്രഹണം നടന്നത് ചിലപ്പോൾ കന്നിരാശിയിലാണെങ്കിൽ ഇപ്പോൾ ഗ്രഹണം നടക്കുന്നത് എന്തായിരിക്കും? ചിങ്ങരാശിയിലായിരിക്കും. ഒരു സൂര്യഗ്രഹണം നടന്നാൽ അതിൻ്റെ 16 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത പൗർണമിക്ക് ചന്ദ്രഗ്രഹണം നടക്കാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ നടക്കണമെന്നില്ല. കാരണം ആക്സിസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സൂര്യചന്ദ്രന്മാരെ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ അങ്ങനെ ഗ്രഹണം ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ് ഈ അടുപ്പിച്ച് വെച്ച് ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യഗ്രഹണം ഉണ്ടായി 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ അടുത്ത് ചന്ദ്രഗ്രഹണം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ട് തിരിച്ചും വരാം. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ആക്സിസുകൾ, ഈ റെഫറൻസ് പോയിന്റുകൾ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് ഇടത്തോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എങ്ങനെ തോന്നും? ഗണിതക്രിയയിലൂടെയാണ് തോന്നുന്നത്. നേരിട്ട് കാണാനൊന്നും പറ്റില്ല. ഈ ഗ്രഹണം നടക്കുന്നത് ഈ രാശിയിലാണെന്നുള്ളത് അനുഭവവേദ്യമായി അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അനുഭവം കൊണ്ട് മാത്രമാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്. ഒരിക്കലും ആ കേന്ദ്ര ബിന്ദുക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. ബിന്ദുക്കളല്ലേ, 2 പോയിന്റ്, 2 സ്ഥാനങ്ങൾ മാത്രമല്ല, അതിനെ കാണാനൊന്നും സാധിക്കില്ല. പക്ഷേ അതിങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ 2 കേന്ദ്ര ബിന്ദുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ 2 കേന്ദ്ര ബിന്ദുക്കളുണ്ട്. അതുകൊണ്ട് മാത്രമാണല്ലോ അങ്ങനെ ഗ്രഹണം നടക്കുന്നത്. ഇനി ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഈ ഉണ്ട് ഇല്ല എന്നുള്ള ഈ കൺഫ്യൂഷനിലാണ് രാഹുകേതുക്കൾക്ക് ശരീരമില്ല. മനസ്സിലായി? തനു എന്ന് പറഞ്ഞാൽ ശരീരം, അതനു എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തത് എന്ന് പറയും. നിഴൽ ഗ്രഹങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ നിഴൽ ഗ്രഹങ്ങളും അല്ല, 2 സ്ഥാനങ്ങൾ മാത്രമാണ്. ഇനി രാഹുകേതുക്കളെ കുറിച്ച് ആത്മീയമായ നിലയിൽ പറഞ്ഞാൽ രാഹുകേതുക്കൾക്ക് ഭൗതിക ശരീരമില്ല എന്ന് ഒരു ആത്മീയ ആചാര്യന് പറയാൻ സാധിക്കും. ആത്മീയമായൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ പകരം അവയ്ക്കുള്ളത് സൂക്ഷ്മ ശരീരം മാത്രമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയ ശരീരം, ആശയമാകുന്ന ശരീരം. രാഹുകേതുക്കൾ എന്ന് പറയുന്ന 2 ആശയങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ 2 എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭൗതികമായിട്ട് നോക്കുമ്പോൾ അവയ്ക്ക് ശരീരമില്ല, ബോഡിയില്ല, ഫിസിക്കലായിട്ടൊരു ബോഡിയില്ല. ഇപ്പം ശനീശ്വരൻ നമ്മൾ നോക്കുമ്പോൾ ശനീശ്വരൻ നമുക്ക് ആകാശത്ത് കാണാം, വലയങ്ങളോടുകൂടി ആ ഗ്രഹം കാണാൻ സാധിക്കും. ജ്യോതിഷന്മാരെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ കൂടെ തന്നെ ശനീശ്വരൻ രാശികൾ മാറുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ടെലസ്കോപ്പിൽ കൂടി നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ ഈ രാഹുകേതുക്കൾക്ക് അതുപോലെ ശരീരമില്ല. പക്ഷേ അവയുടെ സ്ഥാനങ്ങൾ നമുക്ക് മാത്തമാറ്റിക്കലി, അതായത് ഗണിതശാസ്ത്രപരമായിട്ട് അവയുടെ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇവയ്ക്ക് ഫലമുണ്ടോ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ഗ്രഹണം ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരു രാശിയിൽ രാഹുകേതുക്കൾ നിൽക്കുമ്പോൾ അവിടെ സൂര്യചന്ദ്രന്മാർ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രഹണം സംഭവിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ അനുഭവമാണല്ലോ. അപ്പോൾ തീർച്ചയായും രാഹുകേതുക്കൾക്കും പ്രത്യക്ഷമായ അനുഭവ ഫലങ്ങൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ പരിചിന്തനം ചെയ്തിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ രാഹുകേതുക്കൾക്ക് പ്രത്യക്ഷമായ ഫലം കൊടുക്കാൻ സാധിക്കും. അവ 2 കേന്ദ്ര ബിന്ദുക്കളാണെങ്കിൽ പോലും, 2 സാങ്കല്പിക അച്ചുതണ്ടിലെ 2 ബിന്ദുക്കളാണെങ്കിൽ പോലും അവയ്ക്ക് ഫലം കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ മനസ്സിലാക്കുകയും ആ ഗ്രഹങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് അവർ മെഡിറ്റേറ്റ് ചെയ്യുകയും ധ്യാനത്തിലൂടെ ആ ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു സർപ്പ പ്രത്യേകത ഉള്ളതായിട്ട് മനസ്സിലായത്. അതായത് പറയുന്നത് കാപഢ്യം, വിഷം തുടങ്ങിയ ചീത്ത വഴികൾ തുടങ്ങിയവയ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായിട്ട് രാഹുകേതുക്കൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലായത്. രാഹുവിന് ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലായത്. രാഹുവിൻ്റെ നിറം നീലയാണെന്നും നീല നിറമാണ് രാഹുവിനുള്ളതെന്നും രാഹു എന്ന് പറയുന്ന പുക പോലത്തെ ഒരു ശരീര ആകൃതി ഉള്ളവനാണെന്നും അതൊരു അസുരഗ്രഹമാണെന്നും അവയ്ക്ക് തീർച്ചയായും പ്രത്യക്ഷവും പരോക്ഷവുമായ രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമെന്നും രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഗ്രഹസ്വരൂപം
അവർക്ക് ജ്ഞാനദൃഷ്ടിയിലൂടെ വെളിപ്പെട്ട് അങ്ങനെയാണ് അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. അല്ല എങ്കിൽ രാഹും മധ്യമദേശത്തിലുള്ളവനാണ്. തു നിര്യതിസ്ഥാനേ സ്തുതം ജൈമിനി ഗോത്രം ഖഡ്ഗധരം ജ ശൂർപ്പസദൃശം ശാർദൂലരത്നാസനം നീലം നീലവിഭൂഷണത്വജരതചത്രശ്രിയാ ശോഭിതം മേരോർ ദിവ്യഗിരേ പ്രദക്ഷിണകരം സേവാമഹേ അഹിം സദാ. ഒരു ശാർദൂലം, കടുവയുടെ പുറത്തിരിക്കുന്നവനാണ് ആര്? രാഹു. സർപ്പാകൃതിയുള്ളവനാണ് എന്നൊക്കെ നമ്മുടെ ആചാര്യന്മാർക്ക് മനസ്സിലാവുകയാണ് ഉണ്ടായത്. ആ രീതിയിൽ താന്ത്രികന്മാർ രാഹുകേതുക്കളെ പൂജിച്ചപ്പോൾ ആ രാഹുകേതുക്കൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ രാഹുകേതുക്കളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി കേതുവിൻ്റെ കാര്യം എടുക്കാം. രാഹു ഒരു പോയിന്റിൻ്റെ ഒരു ബിന്ദുവാണെങ്കിൽ, ഈ ഒരു ആക്സിസിൻ്റെ ഒരു ബിന്ദുവാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ബിന്ദുവാണ് കേതു. അപ്പോൾ ഒരു സർപ്പമായിട്ട് സങ്കല്പിച്ചാൽ, ഈ ആക്സിസിനെ ഒരു സർപ്പമായി സങ്കല്പിച്ചാൽ അതിൻ്റെ തലഭാഗം രാഹുവും ഉടൽ ഭാഗം കേതുവും എന്ന് പറയാം. അങ്ങനെ തലഭാഗം രാഹുവും ഉടൽ ഭാഗം കേതു എന്ന് പറയുമ്പോൾ കേതുവിനെക്കുറിച്ചും നമ്മുടെ ആചാര്യന്മാർ മെഡിറ്റേറ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലായപ്പോൾ നമ്മുടെ ആചാര്യന്മാരായ മുനിമാർ ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ടതാണ് കേതുവിനെ കുറിച്ചുള്ളത്. പലാശപുഷ്പ സങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. പലാശപുഷ്പ സങ്കാശം, പലാശത്തിൻ്റെ പുഷ്പം പോലെയുള്ളവൻ എന്ന് പറഞ്ഞാൽ അതാണ്ടൊരു തവിട്ട് കളറുള്ളവൻ എന്ന് പറഞ്ഞാൽ ഉമിപ്പുകയുടെ കറുപ്പും തീക്കട്ടയുടെ ചുവപ്പും, അതാണ് എൻ്റെ കറക്റ്റ് ഭാവം. എന്ന് പറഞ്ഞാൽ കറുപ്പും ചുവപ്പും ചേർന്നൊരു നിറം. തവിട്ട് കളറെന്ന് പറയാൻ പറ്റൂല, ചുവപ്പും കറുപ്പും ചേർന്നൊരു നിറം, മെറൂണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. താരകാകാര മസ്തകം, താരക ആകാരമസ, തല എന്ന് പറയുന്നത് ഒരു വാൽ നക്ഷത്രത്തിൻ്റെ തല പോലെയാണ്. അല്ലെ താരകം, നക്ഷത്രം പോലത്തെ തലയുള്ളവനാണ്, പ്രത്യക്ഷമായൊരു തലയില്ല. രൗദ്രം രൗദ്രാത്മകം, രൗദ്രനാണ്, രൗദ്രാത്മകനാണ്, ഘോരനാണ്, അങ്ങനെയുള്ളവനാണ് കേതു. അപ്പം രാഹുവിന് ഒരു ശിരസ്സുണ്ട്, പക്ഷെ ഉടലില്ല. കേതുവിന് ശിരസില്ല, പകരം ഉടലുണ്ട്. ശിരസിന് പകരം ഒരു താരകമാണ്, നക്ഷത്രമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത് പൂർണ്ണ ശരീരമാകുന്നത്, ഒരു ആക്സിസ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ രാഹുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുവിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് സർപ്പമാണ്. പാമ്പ്, സർപ്പം, നാഗരാജാവ്, സർപ്പമാണ്. കേതുവിൻ്റെ ചിഹ്നത്തെക്കുറിച്ച് പറയുന്നത് കേതു ഗജമാണ്, അല്ലെങ്കിൽ ഗണപതിയാണ്. ഇപ്പോൾ ആനയുടെ പ്രത്യേകത എന്താണ്? ആനയ്ക്ക് വലിയ ശരീരമുണ്ട്, പക്ഷെ ചെറിയ തലയേ ഉള്ളൂ, തലയില്ലെന്ന് വേണമെങ്കിൽ പറയാം. സർപ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർപ്പത്തിന് തലയുണ്ട്, പക്ഷെ ഉടൽ എന്ന് പറയുന്നത് ഇല്ലെന്ന് പറയാം. ഉടലെന്ന് പറയുന്നത് ഒരു നൂല് പോലെയാണ്. അപ്പോൾ ഇത് തന്നെയാണ്, സർപ്പസ്വരൂപിയാണ് രാഹു. അതുപോലെ തന്നെ ഗജസ്വരൂപിയാണ്, ആനയുടെ സ്വരൂപമുള്ളവനാണ് ആര്? കേതു അഥവാ ഗണപതി ഭഗവാൻ. ഈ കേതുവാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന് മോക്ഷം വരെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗശാസ്ത്ര പ്രകാരം മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി, അതിനെ സൂചിപ്പിക്കുന്നത് ഈ കേതുവാണ്. മൂലാധാര ചക്രത്തിൻ്റെ അധിപതി കേതുവാണ്. അവിടെയാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. അത് എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. അതുപോലെ ശിരസിലിരിക്കുന്നതാണ്, തലയുടെ മുകളിലിരിക്കുന്ന ആ സർപ്പസ്വരൂപൻ, നാഗനാഥനാണ് ആര്? സാക്ഷാൽ മുരുകൻ, നാഗസ്വരൂപത്തിലിരിക്കുന്ന മുരുകൻ, അത് രാഹു ഭഗവാൻ, മുരുകൻ അല്ലെങ്കിൽ നാഗരാജാവ്, ശിവനെന്നും പറയാം. ശിവന്റെ തേജസ്സാണല്ലോ മുരുകൻ. അപ്പോൾ ശിവൻ, സാക്ഷാൽ ഭഗവാൻ ശിവൻ, നാഗരാജാവ്, അതാണ് ശിരസിലിരിക്കുന്ന ആ രാഹു എന്ന് പറയുന്നത്. ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഈ സ്പൈനൽ കോഡിലാണ് മറ്റ് ഗ്രഹങ്ങളെയെല്ലാം യോഗശാസ്ത്ര പ്രകാരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രവും ഉണ്ട്. അപ്പം ഇത്രയും വളരെ ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയുന്ന രാഹുകേതുക്കളെ എന്തുകൊണ്ടാണ് ഫലദാന വിഷയത്തിൽ പരിഗണിക്കാൻ പാടില്ല എന്ന് ചില പുതിയ ആചാര്യന്മാർ പറയുന്നെന്നുള്ളത് നമുക്ക് വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ രാഹുകേതുക്കൾക്കുള്ള ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ അദൃശ്യങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞു. ഭാവിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് രാഹു, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ആര്? കേതു.
ഈ പാസ്റ്റും ഫ്യൂച്ചറും നമുക്ക് അജ്ഞാതങ്ങളാണ്. ഭൂതകാലം നമുക്ക് അറിഞ്ഞൂടാ, ഭാവി കാലം എന്തെന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ മധ്യത്തിലാണ് ഇരിക്കുന്നത്, നമ്മൾ മധ്യവർത്തികളാണ്. ഭൂതകാലം മായയാണ്, ഭാവി കാലവും മായയാണ്. അപ്പോൾ ഭൂതഭാവികളെ സൂചിപ്പിക്കുന്നതാണ് ഈ രാഹുകേതുക്കൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിബ്ജിയോർ എന്ന് പറയുന്നൊരു കളർ എടുത്താൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ റെഡിന് അപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ കേതുവാണ്. വയലറ്റിന് മുമ്പുള്ള അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ രാഹുവാണ്. അങ്ങനെ സങ്കല്പിക്കാം. അതുപോലെ തന്നെ രാഹു എന്ന് പറഞ്ഞാൽ ആദ്യം സൂക്ഷ്മനാണ്, എന്നാൽ ഭൗതികമായി സ്ഥൂലനാണ്. ഭൗതികമായി സൂക്ഷ്മനാണ്, എന്നാൽ ആശയപരമായി സ്ഥൂലനാണ്. അങ്ങനെയാണ് കണക്ക്. ആശയപരമായി നല്ല ഗംഭീര ആശയനാണ്, പക്ഷെ ഭൗതികമായിട്ട് വെറും സൂക്ഷ്മനാണ്. കാണാൻ പറ്റാത്തത്ര സൂക്ഷ്മനാണ് ആര്? രാഹു. അപ്പം രാഹുവിനെ പുരുഷ ബീജത്തിലെ സ്പേമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗതികമായിട്ട് സ്ഥൂലനാണ് ആര്? കേതു. എന്ന ആശയപരമായിട്ട് വെറും സൂക്ഷ്മനാണ്. ആശയമെന്ന് പറയുന്ന ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രാഹു എന്ന് പറയുന്ന തലയും കേതു എന്ന് പറയുന്ന ഉടലുമാണ്. ഭൗതികമായിട്ട് വലിയ ശരീരമുണ്ട്. അതാണ് ആര്? കേതു. ഗജം, ആന. അപ്പം അതിനെ നമ്മുടെ സ്ത്രീകളിലുള്ള അണ്ഡം എന്ന് പറയുന്ന ഓവം, എഗ്ഗ് ഇതായിട്ടൊക്കെ. അങ്ങനെയാണ് ഈ മുള്ളാണി, മുട്ടുസൂചി ഇതൊക്കെ കേതുവിൻ്റെ കാരകത്തിലൊക്കെ വരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് രാഹുകേതുക്കൾ, ബീജപ്രായന്മാരായ ഗ്രഹങ്ങളെന്നാണ് പറയുന്നത്. രാഹുവിൻ്റെ നിറം എന്ന് പറയുന്നത് കടുനീല, നീലവർണ്ണം, വയലറ്റ്, അൾട്രാ വയലറ്റ് എന്നൊക്കെ പറയും. കാണാൻ പറ്റാത്ത ഒരു നല്ല ലൈറ്റ് നീലവർണ്ണം. കേതുവിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. അതിൽ നല്ല ഈ ഒരു ഉമിപ്പുകയുടെ കറുപ്പും ചുവപ്പും കൂടെ ചേർന്ന കളർ. അതാണ് കേതുവിൻ്റെ നിറമെന്ന് പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനമുണ്ട്. രാഹുകേതുക്കൾ ലഗ്നങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഫലം കാണിക്കുന്നുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടുന്നുമുണ്ട്. ഒരാൾക്ക് രാഹുദശ എന്ന് പറയുന്ന 18 വർഷമാണ്, കേതുദശ എന്ന് പറയുന്ന 7 വർഷമാണ്. ഒരു രാശിയിൽ രാഹുകേതുക്കൾ 1.5 കൊല്ലം നിൽക്കും. അപ്പോൾ 12 രാശികൾ അവ ചുറ്റി വരുമ്പോൾ 18 കൊല്ലം കൊണ്ടാണ് ഇവ 12 രാശികളെ ആൻറ്റി ക്ലോക്ക് വേസിൽ ചുറ്റി വരുന്നത്. ഒരു രാശിയിൽ 1.5 കൊല്ലം നിൽക്കും. രാഹുകേതുക്കൾ അവയുടെ രാശി മാറുന്നതിന് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പേ ഫലം കാണിച്ചു തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും രാഹുകേതുക്കൾ ഫലദാന വിഷയത്തിൽ അഗ്രഗണ്യന്മാരാണ്. ശക്തമായ ഫലങ്ങൾ കൊടുക്കാൻ കഴിവുള്ളവരാണ്. അവ ഗ്രഹങ്ങൾ തന്നെയാണ്. ബ്രഹ്മാവ് തന്നെയാണ് നിത്യസ്മരണീയ ഗ്രഹങ്ങളിൽ രാഹുകേതുക്കളെ ഉൾപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.